ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് നാളായി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. വലിയ ലോങ് ഒന്നും അല്ല, ഞാൻ കൂടുതൽ ഷോർട്സാണ് അപ്ലോഡ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിന്നെ വളരെ പെട്ടെന്ന് ബ്രൈറ്റ് ആക്കാൻ പറ്റുന്ന ഒരു പാക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സൂപ്പറാക്കി എടുക്കാം. നല്ല ഗോൾഡൻ ഫേഷ്യൽ പോലെ ഉള്ളൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഇതിൻ്റെ എല്ലാം ജ്യൂസാണ് വേണ്ടത്. ഞാനിത് മിക്സിയിൽ അടിക്കാതെ കൈകൊണ്ട് ഉരച്ചെടുത്തിട്ടാണ് ജ്യൂസ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പച്ചമഞ്ഞൾ പൊടി കൂടി വേണം. അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചമഞ്ഞൾ പൊടി മാത്രം നമ്മുടെ ഫേസിലേക്ക് ഉപയോഗിക്കുക. ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേനും എൻ്റെ മോൾ ഓടി വന്നു. അപ്പോൾ അവൾക്ക് ആദ്യം ഇത് തേച്ച് കൊടുക്കേണ്ടി വന്നു. കാരണം അവൾക്കറിയാം ഇത് അമ്മ മുഖത്തിടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ 10 മിനിറ്റ് മാത്രം വെച്ചതിന് ശേഷം കഴുകിക്കളഞ്ഞു കേട്ടോ. കൊച്ചു കുഞ്ഞായതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 മക്കളും കൂടി കയറി വന്നത് കാരണം എനിക്ക് വീഡിയോ എടുത്തപ്പോൾ 2 പേരെയും കൂടി നിർത്തേണ്ടി വന്നു. ഇല്ലെങ്കിൽ പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അപ്പം മോനും കൂടി ഇതൊന്ന് തേച്ചൊക്കെ തരുവാണ്. അവന് ഇഷ്ടമാണ് ഫേസ് പാക്കൊക്കെ ഇങ്ങനെ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് തരാനായിട്ട് കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം കാണാം. 15 മിനിറ്റ് മാത്രം മുഖത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം വാഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൺ ടാനും മുഖത്തെ കരുവാളിപ്പും ഒക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.